പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത പകലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ പകലും അമേരിക്കയില് നിങ്ങൾക്ക് രാത്രിയുമാണല്ലോ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് സഹായിച്ച വൻകൃപകളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചിക്കാഗോ പ്രയർ ലൈനിൽ ഒരു തവണ നിങ്ങളുടെ മുൻപിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ, എന്നെ തന്നെ പരിചയപ്പെടുത്തുവാനൊക്കെ കർത്താവ് എനിക്ക് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ അനീഷ് പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സന്ദർഭം ദൈവവചനം പങ്കിടുവാൻ അല്ലെങ്കിൽ സാക്ഷിയായി നിൽപ്പാൻ കിട്ടുന്നത് വളരെ ഭാഗ്യമായി കരുതുന്നു. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ സമയത്തും അസമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. എപ്പോഴും ദൈവവചനം സംസാരിപ്പാൻ നമ്മൾ തയ്യാറായിരിക്കേണ്ടവരാണ്. ഇന്നലെ രാത്രി ദൈവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാൻ കാരണം ഒരു പ്രയർ ലൈനാണ്. പ്രയർ ലൈന് പ്രസംഗകരുടെയോ അല്ലെങ്കിൽ മറ്റ് പല മീറ്റിങ്ങുകൾക്കോ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. പക്ഷെ പ്രാർത്ഥനയിൽ കടന്നു വരുവാൻ ആളുകൾ സാധാരണ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളുകൾ കുറവാണ്. സഭായോഗത്തിന് വരുന്ന ആളുകൾ വരത്തില്ല. പ്രത്യേക പല കാരണങ്ങൾ കാണും. അല്ലെങ്കിലും വരുന്നവർ കുറച്ചു പേരെ കാണത്തുള്ളൂ, സാധുക്കളായ ആളുകളായിരിക്കും. അവര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേട്ടാണ് ആ സഭകൾ നിലനിൽക്കുന്നത്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഞാനും പല പ്രയർ മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പ്രയർ മീറ്റിംഗ് അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. കാരണം പ്രസംഗിക്കുന്നതിനേക്കാളും ഒക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക പവറുണ്ട്, അല്ലെങ്കിൽ ശക്തിയുണ്ട്. നമുക്കെല്ലാവർക്കും ആ വിഷയത്തെ കുറിച്ച് അറിയാവുന്നതാണ്. ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല. എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയും കർത്താവ് എനിക്ക് നൽകിയ, നിങ്ങളോട് സംസാരിപ്പാനായി എനിക്ക് നൽകിയ ഒരു ദൈവവചനവും പങ്കിടുവാനായി കർത്താവിൽ തുടർന്നുള്ള സമയങ്ങൾ ശരണപ്പെടുകയാണ്. എൻ്റെ പേര് അനൂപ് ഗോപി എന്ന് കർത്തുദാസനോട് പരിചയപ്പെടുത്തിയല്ലോ. കർത്താവിന്റെ ദാസൻ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് അങ്ങനെയാണ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ലയിൽ രാജാക്കാട് എന്ന സ്ഥലത്താണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിനെ 1999 കണ്ടുമുട്ടുവാൻ കർത്താവ് ഭാഗ്യം നൽകി. തുടർന്ന് ദൈവവചനം പഠിക്കുവാൻ ഭാഗ്യം നൽകി. കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ വർഷങ്ങളിലായിരിക്കുന്നു. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയില് ആമ്പല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-15 വർഷമായി എറണാകുളത്ത് പല ദൈവവചന ശുശ്രൂഷയിലായിരിക്കുന്നു. പല സന്ദർഭങ്ങളിൽ പലയിടങ്ങളിൽ ശുശ്രൂഷിപ്പാൻ ഇടയായി തീർന്നു. ഇത് ഒരു പൈനറി വർക്കാണ്. ഞാൻ തുടങ്ങിയത് 8-9 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു പ്രവർത്തനമാണ്. കർത്താവ് ഇതിന്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാലാണ് ഇതെല്ലാം സംഭവിച്ചത്. ഒരു ദിവസം ഞാൻ വൈറ്റിലിയിലെ ദൈവസഭയിൽ ശുശ്രൂഷ കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു 21 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു. ആ 21 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു പുതിയ വേല ആരംഭിക്കണമെന്ന്. അന്ന് അതിനുള്ള ഒരു സാഹചര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ അത് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു, വേറൊരു ചർച്ചിലേക്ക് ട്രാൻസ്ഫർ ആകാൻ. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. പുതിയ വേല ആരംഭിക്കണം. ഞാനാണ് ആ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുക, അല്ലെ കർത്താവ് ആ വേല ചെയ്യിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഞാനെന്നാൽ ആ ദിവസങ്ങളിലൊക്കെ ഫാസ്റ്റിങ്ങിലായിരുന്നു. ദൈവാത്മാവ് എന്നോട് സംസാരിക്കുന്നു. മാനുഷികമായ ശബ്ദം മറ്റൊരിടത്തുണ്ട്. സാഹചര്യങ്ങൾ പലതും പലതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഞാൻ പുനലൂര് ഒരു മീറ്റിങ്ങിന്, എൻ്റെ ഒരു സ്നേഹിതൻ ദേവദാസൻ ഉപവാസം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിപ്പാനായി ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കാനായി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പിതാവിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. നീ എന്തിന് ആശങ്കപ്പെടുന്നു, സംശയിക്കുന്നെന്നെ? വിളിച്ചവൻ ഞാനല്ലേ? എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങാം, ഞാൻ നിന്നെ അത്ഭുതകരമായി നടത്തും എന്ന്. ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു ദൂതന്നെ വല്ലാതെ പിടിച്ചു കുലുക്കുവാനിടയായി. കാരണം ഞാൻ മടിച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളതിന്.
അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നീ എന്തിനു മടിച്ചു നിൽക്കുന്നു, നീ ഇറങ്ങ്, ഞാൻ നിന്നെ അത്ഭുതകരമായി നടത്തുമെന്ന്. അങ്ങനെ ഞാൻ പിന്നും മുമ്പും ഒന്നും നോക്കാതെ എടുത്തു ചാടി ഈ വേലയ്ക്ക് വേണ്ടി. വളരെ പ്രതികൂലമായ നിമിഷങ്ങളായിരുന്നു ആദ്യ സന്ദർഭങ്ങളിൽ. എന്നാൽ അതൊക്കെ എങ്ങനെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയെന്ന് ചിന്തിച്ചാൽ എനിക്കറിയത്തില്ല. അതിൻ്റെയൊക്കെ പിൻപിൽ ഒത്തിരി പ്രാർത്ഥനയുണ്ടായിരുന്നു, ഒത്തിരി ദൈവജനം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാന് ഒരു ഇന്റർനാഷണൽ പ്രയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രയർ ഗ്രൂപ്പിൽ ഒത്തിരി ദൈവദാസന്മാരും ദൈവദാസിമാരും ഉണ്ട്. അവരോട് ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു. അവര് ശക്തമായി പ്രാർത്ഥിച്ചു. ഹിന്ദുക്കൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഉദയംപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഈ പ്രവർത്തനം ആരംഭിച്ചത്. അവിടെ സ്ഥലമില്ല വാങ്ങിക്കാൻ, സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്ഥലത്തോട്ട്, അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറി ഈ സ്ഥലത്ത് ഞാനിപ്പോ സ്ഥലം വാങ്ങിച്ചു ഇവിടെ ഹോള് വെച്ചത്. അപ്പൊ അവിടെ വീട് കിട്ടാനില്ല. 40ഓളം വീടുകൾ ഞങ്ങള് കയറി ഇറങ്ങി. വാടകയ്ക്കാണെങ്കിൽ തരും, പക്ഷെ പ്രാർത്ഥനയ്ക്ക് തരത്തില്ല. ഭയങ്കര ഹിന്ദു ബെൽറ്റുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഇരിക്കെ ഒരു പോലീസുകാരൻ, ഒരു നായർ സമുദായത്തിലുള്ള ഒരു പോലീസുകാരൻ, റിട്ടയർഡ് ഒരു SI, അദ്ദേഹത്തിന്റെ വീട് പ്രാർത്ഥനയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് വീടന്വേഷിച്ച് നടന്ന് മടുത്ത അവസാനത്തെ ദിവസമാണ് ശനിയാഴ്ച. ഇപ്പൊ ഞായറാഴ്ച അവിടുന്ന് മാറണം താമസിക്കുന്ന സ്ഥലത്തോട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി, ഞാൻ വീട്ടിൽ പോയി വളരെ നിരാശപ്പെട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വഴി പെട്ടെന്ന് ദൈവം തുറന്നത്. അത് ഞാൻ അവിടെ പോയി കണ്ടിട്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് ഞാൻ എവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞ്, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല, കിട്ടിയാലെന്നുള്ള പ്രതീക്ഷയിലൂടെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷെ ദൈവം അത്ഭുതവാനായ ദൈവമാണ്. നമ്മുടെ ഒരു ചെറിയ ഞരക്ക പോലും കർത്താവ് കണ്ടിട്ട്, ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുമോ എന്നറിയാൻ ഒരു ചെറിയ ശോധനയിലൂടെ വിട്ടതാ. ഞാൻ മനസ്സ് തകർന്ന് ഞാനും വൈഫും വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന ഒരു തൃപ്പൂണിത്തറയിൽ ഫ്ലാറ്റില്ല, അവിടെ പോയി നിരാശപ്പെട്ട് കിടക്കുക. അപ്പോഴാണ് ഈ ഫോൺ കോൾ വരുന്നത്. 2 ദിവസത്തിനുള്ളിൽ കർത്താവ് വലിയ അത്ഭുതമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പ്രയറിൽ ഭയങ്കര താല്പര്യമാണ്. വിശ്വാസം എന്നല്ല, വിശ്വാസം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് എപ്പോഴും ഒരു പ്രാർത്ഥന എന്ന് പറയുന്നതിന് വലിയ താല്പര്യം എന്ന് പറയുന്നത്. അത് ഒരാളെ ഉള്ളെങ്കിലും ഒരാളെ പ്രാർത്ഥിക്കാനുള്ളൂ. രണ്ടാമത്തെ ഒരാളായി ഞാൻ ചെല്ലാൻ ഞാൻ തയ്യാറായ മനുഷ്യനാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയാണ്, ഭയങ്കര പവറാണ്. നമ്മളെ ശുശ്രൂഷാമുഖത്തുള്ളവരാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, ഏതുമാകട്ടെ, ഒരു വിശ്വാസിയെ എപ്പോഴും നമ്മളെ ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, നമ്മളെ വളരെ വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് എന്ന് പറയുന്നത്, അവസാനം എന്ന് പറയുന്നത് വലിയ ദൈവപ്രവൃത്തിയുടെ, അല്ലെങ്കിൽ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വലിയ ദൈവപ്രവൃത്തിയുടെ ഫലമായിരിക്കും പുറത്തു വരുന്നത്. പിന്നീട് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും വലിയ അത്ഭുതകരമായ ദിവസങ്ങളായിരുന്നു. എല്ലാവരും മാറി നിൽക്കുമ്പോഴും ദൈവത്തിന്റെ അത്ഭുതകരം ഞങ്ങൾക്ക് വേണ്ടി ചലിച്ചു. അടുത്ത ദിവസം എങ്ങനെ, അല്ലെങ്കിൽ മാസത്തിൽ എങ്ങനെ വാടക കൊടുക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്ന എങ്ങനെയാന്ന് വിചാരിക്കുമ്പോൾ തക്ക സമയത്ത്, നാളെ എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ തക്ക സമയത്ത് ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ ഇതുപോലെ നിരവധി 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 കാണുവാനിടയായി. അങ്ങനെ അത്ഭുതകരമായി ദൈവം നടത്തുകയാണ്. ഇന്ന് വരെയും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം കണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ അതിനോടനുബന്ധിച്ച്, എൻ്റെ ഈ അനുഭവത്തോടും കൂടെ അനുബന്ധിച്ച ഒരു വേദഭാഗമാണ് നിങ്ങളുമായിട്ട് ചിന്തിക്കാനായി തിരഞ്ഞെടുത്തത്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവം ഏതിനാണ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് നിരാശയുണ്ട്, ഭയമുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. കാരണം ദൈവജനമെല്ലാം വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി നിലകളിൽ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. ദൈവദാസന്മാർ വളരെ ഭാരത്തോടെ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട്. എന്നെ ഞെട്ടിപ്പിച്ചൊരു, ഇതൊരു പ്രയർ ലൈൻ ആണല്ലോ, നിങ്ങളും പ്രാർത്ഥിക്കണം. എന്നെ ഞെട്ടിപ്പിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഉണ്ടായത്, എറണാകുളത്ത് ഷാരോൺ ചർച്ചില് പാസ്റ്റർമാർക്ക് ഒരു മീറ്റിംഗ് വെച്ചു. പാസ്റ്റേഴ്സ് കോൺഫറൻസ് എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചു.
അതിൽ ദൈവദാസന്മാർക്ക് ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട് തങ്ങളുടെ കടന്നു പോകുന്ന പ്രയാസങ്ങളെ കുറിച്ച്. അപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ വന്ന ദൈവദാസൻ അങ്ങനെ ഒരു അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോൾ അവർ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എന്താണ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞ സമയത്ത് എഴുതാൻ കൊടുത്തപ്പോൾ 24 പാസ്റ്റർമാര് ആഗ്രഹിച്ചിരിക്കുകയാണ് ആത്മഹത്യ ചെയ്യണമെന്ന്. കേരളത്തിൽ ഇപ്പോൾ പാസ്റ്റർമാർ ആത്മഹത്യ ചെയ്യുന്നു, വിശ്വാസികൾ ആത്മഹത്യ ചെയ്യുന്നു. 24 പേര്. എന്താണ് അതിന് കാരണം? മാനസികമായ സമ്മർദ്ദം. പണമില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മാനസികമായ സംഘർഷത്തിലൂടെ അത് വിവിധ നിലകളിലുണ്ട്. സഭകളിൽ നിന്നുണ്ട്, വിശ്വാസികളിൽ നിന്നുണ്ട്, കൂട്ട് സഹോദരങ്ങളിൽ നിന്നുണ്ട്, പാസ്റ്റർമാരിൽ നിന്നുണ്ട്, കുടുംബത്തിൽ നിന്നുണ്ട്, കുഞ്ഞുങ്ങളിൽ നിന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ഇതിലുണ്ട്. അതില് ഞെട്ടിച്ച ഒരു കാര്യം, ഒരു ദൈവദാസൻ താൻ പാന്റും ഷർട്ടും ഷൂവും ടൈയും വെട്ടി വാങ്ങിക്കാനുള്ള കാശും സംസ്കാരത്തിനുള്ള പൈസകളും എല്ലാം വെച്ച് ഇതെല്ലാം വാങ്ങിച്ച് അലമാരിക്കകത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞത് വളരെ ഞെട്ടിച്ചു. കാരണം ദൈവദാസന്മാർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ പ്രയാസപ്പെട്ടതാണ്. വിശ്വാസികൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രയാസപ്പെട്ടതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ ഏറ്റവും മാനസികമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണിത്. 24 ദൈവദാസന്മാരും മരിക്കണമെന്ന്, ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ കാര്യമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കേരളത്തിലുള്ള ദൈവദാസന്മാരെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്തിൽ എല്ലായിടത്തുമുള്ള ദൈവദാസന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സമയത്ത് സാത്താൻ വലിയ പ്രയാസങ്ങൾ ദൈവദാസന്മാരോട് നേരിട്ടിരിക്കുകയാണ്. അവരുടെ കുടുംബത്തോട് നേരിട്ടിരിക്കുക, അവരുടെ ഭാര്യമാരുടെ നേരിട്ടിരിക്കുക. ഒത്തിരി ആളുകൾ, ഒത്തിരി ദൈവദാസിമാർ കർത്താവിന്റെ, ഇപ്പോഴിവിടെ പ്രയർ ലൈനിൽ പ്രാർത്ഥിച്ച ആ ദൈവദാസിയെ കുറിച്ച് പറഞ്ഞല്ലോ, ശുശ്രൂഷയ്ക്ക് ശക്തിയോടെ ശോഭിക്കുന്നവരെല്ലാം എന്തെങ്കിലുമൊക്കെ രോഗമിട്ട്, സഹോദരിമാർക്ക് രോഗമിട്ട്, ദൈവദാസന്മാരുടെ അനേക ഭാര്യമാർ രോഗികളാണ്. അപ്പൊ അവരെയൊക്കെ ഈ പ്രയർ ലൈനിൽ വഹിച്ച് പ്രാർത്ഥിക്കുക. അവരൊക്കെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. മുൻപുണ്ടായിരുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ദൈവദാസന്മാര് എന്നല്ല, എല്ലാവരും ഈ നിലവാരത്തിലാണ് കടന്നു പോകുന്നത്. നിങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ഒരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വാക്യം, നമുക്ക് ഏറെ പരിചിതമായ ഒരു വേദഭാഗമാണ് അത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാൻ ആയിട്ട് തന്നെ. ഇത് ശക്തമായ ഒരു വേദഭാഗമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതുന്ന ഒരു വേദഭാഗത്തിലെ 15-ാം അധ്യായത്തിലെ വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇവിടെ പറയുന്ന ഒരു കാര്യം, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തല്ല. ഒന്നാമത്തെ ഒരു കാര്യം അതാ. ഈ പ്രയറിൽ ഇപ്പോൾ ഇത്ര പേര് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആക്കി വെച്ചവരാണ് നമ്മൾ. അത് പ്രയറാകട്ടെ, ഞാനിപ്പോ പറഞ്ഞ എൻ്റെ അനുഭവത്തിലാകട്ടെ, മറ്റു കാര്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ദൈവമാക്കി വെക്കുന്നതിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്താലല്ല. ഒരുപക്ഷെങ്കിൽ ഈ പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത് ഇതിന്റെ തുടക്കക്കാർ ആരുമാകട്ടെ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ചിന്തയാണ് ഇങ്ങനൊന്ന് തുടങ്ങണമെന്നുള്ളത്. മനുഷ്യന്റെ ചിന്തയിലോ മനുഷ്യന്റെ ഇഷ്ടത്താലോ വന്നതല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. പരിശുദ്ധാത്മാവ് ഇടപെട്ട് ഒരു പ്രയർ ലൈൻ ആരംഭിക്കണമെന്ന്, പ്രാർത്ഥിക്കുവാൻ ചിലരെ കൂട്ടിച്ചേർക്കണമെന്ന്, പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടായ്മ ഉണ്ടാകണമെന്ന്, പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥന സഹകാരികളെ നേടണമെന്ന്, അങ്ങനെ ഇതിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ. ഇനി ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തതിനെ മറ്റുള്ളവരുടെ ഉള്ളത്തിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ഇതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണമെന്ന് അവരുടെ ഉള്ളത്തിലും താല്പര്യമുണ്ട്. ഇങ്ങനെയാണ് ഒരു പ്രയർ ലൈൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. അപ്പൊ ഇത് വെറുതെ ഉണ്ടായതല്ല, മറിച്ച് ഇത് പരിശുദ്ധാത്മാവിനാൽ നിയുക്തമായി സംഭവിച്ച കാര്യമാണെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു സന്ദേശം പറയുകയാണ്. ഞാനത് പറയുന്നത്, എനിക്ക് പ്രയർ ഗ്രൂപ്പിൽ കയറിയ, അല്ലെങ്കിൽ ഇന്നലെ രാത്രി എന്നോട് ഈ സംസാരിക്കണമെന്ന് പറഞ്ഞ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് മനുഷ്യനാൽ
സംഭവിച്ചതല്ല. ഇത് മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയ ഒരു ചിന്താഗതിയല്ല, മനുഷ്യരുടെ ഉള്ളത്തിൽ തോന്നിയ ഒരു ചിന്തയല്ല. നേരെ മറിച്ച് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിതാവായ ദൈവം നേരിട്ട് പുത്രൻ മുഖാന്തരം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയ ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു ഭാരമാണ്, അങ്ങനെ വേണം പറയാം. ഒരു ഭാരമാണ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ഭാരമാണ് ഈ പ്രയർ ലൈനിന്റെ പിൻപിലുണ്ടായിരിക്കുന്ന കാര്യമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. തിരഞ്ഞെടുത്തത് ദൈവമാണ്, മനുഷ്യൻ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവം തിരഞ്ഞെടുത്തതിനെ നശിപ്പിക്കുവാൻ ശത്രു എപ്പോഴും പാടുപെടും. നേരെ മറിച്ച് മനുഷ്യൻ തിരഞ്ഞെടുത്തതാണെങ്കിൽ അതിന് വലിയൊന്നും ശത്രുവിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തതിനെ നശിപ്പിക്കുവാൻ എപ്പോഴും ശത്രു പിന്നാലെ ഉണ്ടാകും. ഒത്തിരി ഉദാഹരണം ബൈബിളിൽ നിന്നുണ്ട്. ദൈവം തിരഞ്ഞെടുത്തതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രു ഇറങ്ങിത്തിരിച്ച ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്നുണ്ട്. എല്ലാ ഉദാഹരണവും പറയുന്നില്ല. സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറയാം. ദൈവത്തിന്റെ നിയോഗത്താൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച യേശുവിന്റെ തന്നെ ഒരു കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. മോശയുടെ കാര്യം ഇപ്പോട്ടെ, യേശുവിന്റെ കാര്യം നമുക്കെല്ലാം അറിയാം. മോശയുടെ കാര്യം ചിന്തിച്ചു. ദൈവ നിയോഗത്താൽ ഉണ്ടായ ഒരു ശിശുവാണ് മോശ. ഈ മോശയെ ശുശ്രൂഷയിൽ നിന്ന് പാറിച്ചു കളയാൻ, ഈ മോശയ്ക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ മിസ്രൈമിലെ ഫറവോന്റെ പുത്രി എന്ന അധികാരം ലഭിച്ചു. പ്രായലേഖനത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത് അത് നിരസിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുവാനിടയായി. മറ്റൊരു ഇതിൽ പഴയ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഫറവോന്റെ പുത്രി എന്ന് വിളിക്കപ്പെടുക, ഫറവോന്റെ പുത്രിയാക്കി മോശയെ തീർത്തു. ഈ മോശയ്ക്ക് എന്തെല്ലാം പ്രതികൂലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജനനത്തിങ്കൽ പ്രതികൂലങ്ങൾ, കർത്താവിനും അത് തന്നെയായിരുന്നു. പ്രതിസന്ധിയിലൂടെ, ഞാനത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും നമ്മൾ എടുത്തു പഠിച്ചാൽ അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ പോകാൻ കാരണം അവരുടെ മേലൊരു അനോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അവരുടെ മേലൊരു വിളി കിടപ്പുണ്ടായിരുന്നു, അവരുടെ മേലൊരു തിരഞ്ഞെടുപ്പ് കിടപ്പുണ്ടായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് പലപ്പോഴും അവരെ പ്രതിസന്ധിയിലൂടെ, ശോധനയിലൂടെ, പ്രയാസങ്ങളിലൂടെ ഒക്കെ കടത്തിവിട്ടിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് അവരുടെ മേൽ കിടക്കുന്നിടത്തോളം കാലം ശത്രുവിന് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തുമില്ല. ദൈവത്തിന്റെ നിയോഗം വീണിരിക്കുന്ന ദൈവമക്കളെ തകർത്തു കളയാൻ ശത്രുവിന് കഴിയത്തില്ല, മറിച്ച് ശത്രു പരാജയപ്പെട്ടു പോകും. മോശയെ അതിശക്തനായ ദൈവം വീണ്ടും മടക്കി കൊണ്ടുവരികയാണ്. വർഷങ്ങൾക്ക് ശേഷം മോശയെ വീണ്ടും കൊണ്ടുവരികയാണ്. മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് മോശ എവിടെ എത്തുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് തന്റെ ജീവിതങ്ങൾ ആരംഭിച്ചു. ഒരു സാധാരണ ഒരു ജീവിതം താൻ അവിടെ ആരംഭിച്ചു. ആ ജീവിതത്തിനകത്തു നിന്ന് വീണ്ടും ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ദൈവം ഹോരേബോളം തന്നെ കൊണ്ടുവന്നു. മോശ വന്നതല്ല, ദൈവം മോശയെ കൊണ്ടുവന്നത് അവിടെ. അതാണ് ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിന് ഒരു കാര്യം കൂടെ ഉറപ്പിച്ചു പറയുന്നത്. മോശയ്ക്ക് ഒരിക്കലും മടങ്ങി വരുവാൻ താല്പര്യമില്ല, ഒരിക്കലും മോശയ്ക്ക് മിസ്രൈമിലേക്ക് വരുവാൻ താല്പര്യമില്ല. ഫറവോന്റെ അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ, തന്റെ സഹോദരങ്ങളെ, കൂട്ടുകാരെ, തന്റെ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ മോശയ്ക്ക് ഒരു താല്പര്യവുമില്ല. പക്ഷേ ദൈവത്തിന് പ്രത്യേകമായ ഒരു പദ്ധതി മോശയുടെ മേലുണ്ടായിരുന്നുകൊണ്ട് മോശയെ ഹോരേബോളം ദൈവം എത്തിച്ചിട്ട് അവിടെ നിർത്തി താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട് മോശ ചോദിക്കുന്നു, അയ്യോ, ഇതുപോലെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, കാണാത്ത ഒരു അത്ഭുതം താൻ കണ്ടു, എന്തെന്നറിയാൻ കയറിച്ചെന്നു. ദൈവം പറഞ്ഞു, നീ വിശുദ്ധ സ്ഥലത്താ വന്നിരിക്കുന്നത്, നിന്റെ ചെരുപ്പൂരിക്കള നീ. എന്നിട്ട് ദൈവം അവിടെ നിന്ന് സംസാരിക്കുകയാണ്, മോശയോട് സംസാരിച്ചു. ഒത്തിരി അങ്ങും ഇങ്ങും കാര്യങ്ങൾ പറഞ്ഞു. നോയാണ് എല്ലാം പറയുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു, എനിക്ക് നിന്നെയാണ് ആവശ്യമുള്ളത്. എന്റെ സഹോദരൻ അഹരോൻ നല്ലപോലെ സംസാരിക്കുക, ദൈവം അവനെ തിരഞ്ഞെടുക്കുക. നോ, എനിക്ക് നിന്നെയാണ് ആവശ്യമുള്ളത്. അവിടെ സംഭാഷണമല്ല വിഷയം, അവിടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമെന്നുള്ളല്ല വിഷയം. മോശ എന്ന് പറഞ്ഞ മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തത്
ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മോട് സന്ദേശം പറയുകയാണ്. ആരോടൊക്കെയോ ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ വീണിട്ടുണ്ടോ? പ്രതിസന്ധികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ പ്രതിസന്ധികൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തിന് ചില അത്ഭുതങ്ങൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ടെന്ന കാര്യം മറക്കരുത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതാണ് നമ്മോട് പറയുന്നത്. പ്രതിസന്ധിയുടെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ കർത്താവിന്റെ കാര്യം കാണുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തവനാക്കിയിരിക്കുകയാണ്. അവൻ തിരഞ്ഞെടുത്ത് നമ്മെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പർപ്പസ് അവനുണ്ട്, അതിനനുസരിച്ച് അവൻ നമ്മെ നിർത്തിയിരിക്കുക. ഇന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മെ നിർത്തിയതിന് ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന കാര്യം മറക്കരുത്. തകർന്നവരോ നിരാശപ്പെടുന്നവരോ വേദനപ്പെടുന്നവരോ ആരെങ്കിലും എന്നെ ഈ സമയം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ വേദനപ്പെടരുത്. ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ കിടക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് കിടക്കുന്നിടത്തോളം കാലം ചില പ്രതിസന്ധികൾ ശത്രുവിനിടാൻ താല്പര്യമുണ്ട്. യോബിന്റെ ജീവിതത്തിലും അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കുറിച്ച് ഒരു കുറ്റവും നമുക്ക് ആർക്കും പറയാനില്ല, വേദപുസ്തകത്തിന് പറയാനില്ല, ദൈവത്തിന് പറയാനില്ല. പക്ഷേ ശത്രുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ ഓരോരുത്തരുടെയും കാര്യം ശത്രുവിന് ഇഷ്ടപ്പെടുന്നില്ല. ശത്രുവിന് ഇഷ്ടപ്പെടാതെ അവൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന് പകൽ അടുത്ത സന്ദേശം അതിനകത്ത് പറയുന്നത്, നിങ്ങൾ പിതാവിനോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് അവൻ നൽകും. എന്തെങ്കിലും അപേക്ഷിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, നീഡ്സ് എന്തുമാകട്ടെ, ഏത് ആവശ്യവുമാകട്ടെ. ഞാൻ എൻ്റെ അനുഭവം അതാ പറഞ്ഞു. എൻ്റെ ആവശ്യം അതായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ, ഡേ ബൈ ഡേയിലുള്ള ആവശ്യങ്ങൾ, ഓരോ ദിനത്തിലുമുള്ള ആവശ്യങ്ങൾ, എല്ലാ ആവശ്യങ്ങളും നമ്മൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. ദൈവത്തോട് നിങ്ങൾ, പിതാവിനോട് നിങ്ങൾ അപേക്ഷിക്കുന്നെങ്കിൽ, ഇത് പ്രയർ ലൈൻ ആണല്ലോ, നിങ്ങൾ അപേക്ഷിക്കുന്ന നിരവധി പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ പ്രയർ ഗ്രൂപ്പിനകത്ത് നിങ്ങൾ പ്രവേശിച്ചതിന് ശേഷം എത്രയോ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ മറുപടി കിട്ടിയിട്ടുണ്ട്. എത്രയോ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞതുണ്ട്, പറയാത്തതുണ്ട്. 10 കുഷ്ഠരോഗികൾ വന്നിട്ട് സൗഖ്യം പ്രാപിച്ചു പോയിട്ട് 9 പേരും പറയാതെ പോയിട്ടുണ്ട്, ഒരുത്തൻ മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സാധുക്കളായ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയിട്ട് ആമേൻ പോയവരുണ്ട്. ഇതുപോലെ എന്താണ് കാരണം? പ്രാർത്ഥിക്കുന്നതിന് വലിയ റിസൾട്ട് ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് പകൽ ഒരു സന്ദേശത്തോടെ പറയട്ടെ, ഈ പ്രയർ ഗ്രൂപ്പിനകത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ട് പ്രിയരെ, വലിയ റിസൾട്ട് കർത്താവ് അയക്കാനായി ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ദൈവദാസന്മാരുടെ പ്രാർത്ഥനാ വിഷയം, അവരുടെ പ്രയാസങ്ങളുടെ വിഷയത്തെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ആമേൻ. ദൈവാത്മാവ് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. ഇന്ന് പകലും പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടികളെ, റിസൾട്ടുകളെ കർത്താവ് നമുക്ക് തരുവാനായി ആഗ്രഹിക്കുക. നിരാശപ്പെട്ടു പോകുന്ന, മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ നിങ്ങൾ ഒരു നിമിഷം മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ മുട്ടുകളെ മടക്കി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിനോട് ചോദിക്കുമ്പോൾ, പിതാവിനോട് ചോദിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് അവൻ നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീരും. ഇന്ന് പകൽ അതാണ് പരിശുദ്ധാത്മാവോട് പറയുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തോട് എന്ത് കാര്യം അപേക്ഷിച്ചാലും അതിന് ഇന്ന കാര്യമെന്നില്ല കേട്ടോ. അതാണ് ഞാൻ അവിടെ കൊണ്ട് പറഞ്ഞു നിർത്തുന്നത്. ഏത് കാര്യവും നിങ്ങൾക്ക് തുറന്നു പറയാൻ, ആമേൻ, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് തുറന്നു പറയാൻ ഒരിടമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാ. അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് മനുഷ്യരുടെ മുമ്പിൽ തുറന്നു പറയാൻ ഒന്നുമില്ല. ഒന്നും നിങ്ങൾ തുറന്നു പറയരുത്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ സകല വിഷയങ്ങളും നിങ്ങൾ തുറന്നു പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് മറുപടി അയക്കാൻ ശക്തനായ ദൈവമാണ്. നിരവധി കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് പറയാൻ നമുക്കുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവിനോട് പറ. എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കുവാൻ, ഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. നമ്മളെ പലരെയും നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രു പലവിധ കെണികൾ ഒരുക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോകുവാൻ, കായയുടെ പകുതിയിൽ അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ വരാതെ വണ്ണം
ഒരു ചെടിയിൽ ഉണ്ടാകുന്ന കായ് അതിന്റെ ഫലം പൂർണ്ണമായി കൊടുക്കാൻ കഴിയാതെ വണ്ണം ഇടയ്ക്ക് വേനലും ഇടയ്ക്ക് സൂര്യന്റെ താപങ്ങളും ഒക്കെ ഏൽപ്പിച്ച് അതിനെ വാടിച്ച് ഉണക്കി കരിച്ചു കളയുന്ന പോലെ ദൈവജനത്തിന്റെ നേരെ ഉഷ്ണം വിട്ട് പ്രതിസന്ധികൾ വിട്ട്, യെസ്, ഇന്ന് പകൽ അങ്ങനെ ദൈവാത്മാവ് പറയുന്നു, വലിയ ഉഷ്ണങ്ങൾ ഇട്ട് വലിയ പ്രതിസന്ധികൾ ഇട്ട് ആമേൻ നിങ്ങളെ ഉണക്കി കളയുവാൻ, നിങ്ങളുടെ ഫലങ്ങൾ നഷ്ടമാകുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയെ നഷ്ടമാക്കി കളയുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ ആമേൻ പലപ്പോഴും ഒതുക്കി കളയുവാൻ, ആമേൻ അതിനെ അടർത്തി കളയുവാൻ, അതിനെ പൊഴിച്ചു കളയുവാൻ വാദിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ 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 വിട്ടുമാറട്ടെ. ഇന്ന് പകൽ ആമേൻ വലിയ ദൈവപ്രവർത്തികൾ ആമേൻ സംഭവിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽ ആ തിരഞ്ഞെടുപ്പ് നമ്മൾ ഓർക്കുക. എന്തിനാണ്? ഫലം കായ്ക്കുവാൻ, ഫലം നിലനിൽക്കുവാൻ. അടുത്തത് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾ പിതാവിനോട് ചോദിക്ക്, ഞാനത് നിങ്ങൾക്ക് തരും. നിശ്ചയമായിട്ട് ദൈവം അത് തരും. നമുക്ക് ദൈവത്തോട് ഈ ദിവസങ്ങളിൽ ചോദിക്കാം, അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിക്കാം. നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ പറിച്ചു കളയാൻ അനുവദിക്കാതെ നിലനിൽക്കുവാൻ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് നൽകിയ നല്ല അവസരത്തിന് നന്ദി പറഞ്ഞ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്തൃദാസന്മാരോട്, ഈ പ്രയർ ഗ്രൂപ്പിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ച് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.